ഹായ്, എല്ലാവർക്കും നമസ്കാരം. പശുക്കളുടെ തീറ്റക്രമത്തിൻ്റെ 2 വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കറവ പശുക്കളുടെയും ട്രാൻസിഷൻ പീരീഡിലുള്ള പശുക്കളുടെയും തീറ്റക്രമം. ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചലഞ്ച് ഫീഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ ആൾക്കാരെങ്കിലും അറിയാമെന്ന് വിചാരിക്കണം ചലഞ്ച് ഫീഡിങ് എന്താണെന്ന്. സിമ്പിളായിട്ട് അറിയുകയാണെങ്കിൽ, കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ ഇഷ്ടംപോലെ തീറ്റ തരാം, നിങ്ങളെനിക്ക് പാല് തരൂ. അതാണല്ലോ നമ്മുടെ മെയിൻ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പശുക്കളുടെ പ്രസവം കഴിഞ്ഞു, ട്രാൻസിഷൻ ഫീഡുള്ള പശുക്കളാണ്. നമ്മൾ പ്രസവത്തിന് മുമ്പ് 3 ആഴ്ച, പ്രസവത്തിന് ശേഷം 3 ആഴ്ച ട്രാൻസിഷൻ ഫീഡിലുള്ള കൊടുക്കുന്ന ട്രാൻസിഷൻ മിക്സ് നമ്മൾ കൊടുക്കുന്നു. ആ പ്രസവം കഴിഞ്ഞിട്ടുള്ള 15 ദിവസം ട്രാൻസിഷൻ ഫീഡെല്ലാം കൊടുത്ത് നമ്മൾ പശുക്കളെ സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ട്രാൻസിഷൻ ഫീഡിലെ ലാസ്റ്റത്തെ 15 ദിവസത്തിൻ്റെ 5 ദിവസം ട്രാൻസിഷൻ ഫീഡ് 25% വെച്ചിട്ട് കുറച്ചുകൊണ്ട് വരിക. അപ്പോൾ ഒരു 1 കിലോ ആണ് ട്രാൻസിഷൻ ഫീഡ് നിങ്ങൾ എക്സാമ്പിളിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 3/4 കിലോ ആക്കുക. 1/4 കിലോ നമ്മൾ സാധാരണ നോർമൽ കൊടുക്കുന്ന പെല്ലറ്റ് കൊടുക്കുക. അങ്ങനെ 2 ദിവസം കൊടുക്കുക. അടുത്ത 2 ദിവസം അത് 1/2 കിലോ ആക്കുക. അടുത്ത ദിവസം അത് വീണ്ടും 250 ഗ്രാം കുറയ്ക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം എടുത്തിട്ട് നമ്മൾ ഈ ട്രാൻസിഷൻ പീരീഡ് കഴിയുമ്പം ഒരു 2-3 ദിവസം എക്സ്ട്രാ കൊടുത്താലും തെറ്റൊന്നുമില്ല. ട്രാൻസിഷൻ ഫീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരാഴ്ച ലാസ്റ്റ് ഗ്യാപ്പ് വെച്ചിട്ട് നോർമൽ പെല്ലറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവർക്ക് ബോഡി വെയ്റ്റ് കണക്കാക്കി സാധാരണ കൊടുക്കുന്നത് കൊടുക്കുക. എന്നിട്ട് ഒരു ഡെയിലി 250 ഗ്രാം വെച്ചിട്ട്, ഡെയിലി അല്ല, 2 ദിവസം 250 ഗ്രാം ബോഡി വെയ്റ്റ് കണക്കാക്കി, അന്ന് എത്രയാണോ പാല് കറക്കുന്നത് ആ പാലും കണക്കാക്കിയിട്ട് അതിൻ്റെ ഫീഡ് കൊടുക്കുക. ഒരു അഡീഷണൽ ഒരു 250 ഗ്രാം കൊടുക്കുക. ഒരു 2-3 ദിവസം കൊടുക്കുക. അപ്പോൾ പാല് കൂടുന്നുണ്ടാവും. നമ്മൾ നോർമൽ പാല് കയറി വരുമല്ലോ. ഒരു 2 മാസം 1.5 മാസം കൊണ്ടൊക്കെയാണ് ആൾമോസ്റ്റ് പീക്ക് ലാക്ടേഷൻ ടൈം കിട്ടുക. അപ്പോൾ ആ കയറി വരുമ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഫീഡ് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ കൂട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ദിവസം, ഒരു 20 ദിവസം 25 ദിവസം ചിലപ്പോൾ 15 ദിവസം വെച്ചിട്ട് ഇതിൻ്റെ പീക്കിലേക്ക് എത്തും. ഒരു ലിമിറ്റ് എത്തുന്ന സമയത്ത് ഇവർ പാല് പിന്നെ കൂടില്ല. നിങ്ങളിതിനെ എത്ര 5 കിലോ തന്നെ എക്സ്ട്രാ കൊടുത്താലും നിങ്ങൾക്ക് പാല് കൂടുതൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട്, അതാണ് ആ പശുക്കളുടെ പീക്ക് ലാക്ടേഷൻ ലിമിറ്റ്. ആ ലെവലിൽ നിങ്ങൾ എന്ത് തീറ്റ കൊടുത്താലാണ് ആ പശു ആ പാല് തന്നത് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ പശുക്കളുടെയും ലാക്ടേഷൻ ടൈമിൽ ചെക്ക് ചെയ്ത് വെച്ചാൽ അത് ആ പീക്ക് ലാക്ടേഷൻ എത്രയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ ബോഡി വെയ്റ്റ് നോക്കി പാൽ ഇത്ര കറക്കുന്നുണ്ട് ഒരു ആവറേജ് കണക്കാക്കിയിട്ട് ഒരേ ഫീഡ് നിങ്ങൾ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ പശുവിൻ്റെ പീക്ക് ലാക്ടേഷൻ എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ചലഞ്ച് ചെയ്തെടുക്കണം പശുക്കളെ കൊണ്ട് തീറ്റ കൊടുത്ത് കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫീഡ് കൂടുതൽ കൊടുക്കുമ്പോൾ പാല് അതിൻ്റെ ചുരത്തുന്ന ഗ്രന്ഥികൾ നന്നായിട്ട് പാല് കൂടുതൽ നിങ്ങൾക്ക് തരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓരോ പശുവിനെയും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതാക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ജനറേഷൻ മാറി വരുമ്പോഴും നിങ്ങൾക്കിത് കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കറവയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലിറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ഫീഡ് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ആ 10 എന്നുള്ളത് ഒരു 11 12 ഇനിയിപ്പോൾ ഒരു 100 ml ആണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അടുത്ത ലാക്ടേഷൻ ആവുന്ന സമയത്ത് ഇത് വീണ്ടും ഇതിൻ്റെ 20% അല്ലെങ്കിൽ 30% വെച്ചിട്ട് നിങ്ങൾക്ക് പാല് കൂടുതൽ വരും. അപ്പം അങ്ങനെ ഓരോ പശുവിനും ഇപ്പോൾ എല്ലാ ലാക്ടേഷൻ ടൈമിലും നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് ഇവരുടെ പീക്ക് ലാക്ടേഷൻ എത്തിക്കുക. അപ്പോൾ ആ ലെവൽ കണക്കാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പീക്ക് ലാക്ടേഷൻ ടൈമിൽ ഫുള്ള് കിട്ടും. പിന്നെ പാല് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ തീറ്റ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ആ പാലിൻ്റെ അളവിന് വെച്ചിട്ടുള്ള 3-1 കണക്കാക്കിയിട്ട് തീറ്റ കൊടുത്ത് അതിനെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ചെയ്താൽ അവരിൽ നിന്നും മാക്സിമം ഈൽഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡയറി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ അറിവാണ്. അല്ലാതെ നമ്മളിപ്പോൾ വീഡിയോസ് കണ്ടിട്ടും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും
ചലഞ്ചിങ് ഫീഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓരോരുത്തർ ഓരോ രീതിക്ക് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇതിൽ തെറ്റുണ്ടാവാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്നെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പാല് കൂടുതലെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, എനിക്ക് ട്രൈ ചെയ്തിട്ട് മോശമൊന്നും ആയില്ല. അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.